പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് സദ്യയിലെ ഒരു പ്രധാന ഐറ്റമായ കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. മലബാർ സ്റ്റൈൽ കൂട്ടുകറിയാണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ 1 കപ്പ് കടല കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. രാവിലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരം ഇതുപോലെ കുതിർത്തിടാം. 5-6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലുള്ള കൂട്ടുകറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. കുതിർത്തെടുത്ത കടല കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കടലയിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് 500 മില്ലി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഓരോ പ്രഷർ കുക്കറിൻ്റെയും വേവിൻ്റെ സമയം വ്യത്യാസമായിരിക്കും. കടല വേകുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. 200 ഗ്രാം ചേനയും 200 ഗ്രാം ഏത്തക്കായുമാണ് കൂട്ടുകറിയിലേക്ക് എടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ചതുര കഷ്ണങ്ങളായിട്ടാണ് കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് മുറിച്ചെടുക്കേണ്ടത്. ഏകദേശം 1/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ നീളത്തിലും വീതിയിലുമാണ് കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് മുറിച്ചെടുക്കേണ്ടത്. ഏത്തക്ക മുറിക്കുമ്പോൾ മുഴുവൻ തൊലിയും നന്നായിട്ട് കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് വേണം മുറിച്ചിടാൻ. ഇവിടെ ഇപ്പോൾ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ചെടുത്ത ചേനയും ഏത്തക്കായും ചേർത്ത് കൊടുക്കാം. ഇവിടെ കടലയും ഏത്തക്കായും ചേനയും ഏകദേശം ഒരേ തൂക്കത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. കൂട്ടുകറിക്ക് എപ്പോഴും കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. ഇവിടെ ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 250 മില്ലി വെള്ളം പച്ചക്കറി വേകുന്നതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സാധാരണ അടപ്പ് വെച്ച് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. പച്ചക്കറിയൊക്കെ വേകുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട തേങ്ങ നമുക്ക് റെഡിയാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് 2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനനുസരിച്ച് ടേസ്റ്റിൽ വ്യത്യാസം വരും. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതിലെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി വരുന്ന ബാക്കി തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ വറുത്ത് വരുന്ന സമയത്ത് ബാക്കി പച്ചക്കറികൾ ഇവിടെ വെന്ത് വന്നോളും. ഇവിടെ ഇപ്പോൾ ചേനയും ഏത്തക്കായും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചേന ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുന്ന സമയമായതുകൊണ്ടാണ് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. കൂടുതൽ വേവുള്ള ചേനയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുകയോ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുകയോ ചെയ്യണം. ഒരു ചേനക്കഷ്ണം എടുത്ത് ഇതുപോലെ നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടണം. നേരത്തെ നന്നായിട്ട് ചൂടാക്കിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 3/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. വെള്ളമില്ലാതെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തത് മാത്രമേ ഉള്ളൂ. ഇതിനി വെന്ത് വന്ന ചേരുവകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. തേങ്ങ ചൂടാക്കിയപ്പോൾ തന്നെ വെന്ത് കിട്ടിയതാണ്. അതുകൊണ്ട് ഇനി ഇത് വേവേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് കൂട്ടുകറിയിലേക്ക് ചേർക്കേണ്ടത് നന്നായിട്ട് വറുത്തെടുത്ത തേങ്ങയാണ്. ഈ ഒരു കളർ വരുന്ന രീതിയിൽ വേണം വറുത്തെടുക്കാൻ. തേങ്ങ വറുത്തതും കൂടെ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇളക്കി കൊടുക്കാം. തേങ്ങ വറുത്തത് ചേർത്തതിന് ശേഷവും ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കറി റെഡിയായി കഴിഞ്ഞതിന് ശേഷവും ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ശർക്കരയാണ്. 3/4 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് വേണ്ട കടുക് എങ്ങനെയാണ് വറുക്കേണ്ടതെന്ന് നോക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം. എണ്ണയുടെ ചൂടിൽ തന്നെ എല്ലാം നന്നായിട്ട് വറുത്ത് കിട്ടിക്കോളും. ഇനി ഇത് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ കൂട്ടുകറി കഴിക്കുന്ന സമയത്തും വേണമെങ്കിൽ ഒരു 200 മില്ലി വെള്ളം കൂടെ തിളപ്പിച്ച് ചേർത്ത് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയാണിത്. ഇതുപോലെ കൂട്ടുകറി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക.
തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.